പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഈ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിക്ക് പുറത്തേക്ക് വേറെ ലോകമൊന്നും അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മെറ്റഫിസിക്കലായിട്ടൊന്നുമില്ല, എല്ലാം ഫിസിക്കലാണ്. ഫിസിക്കലിന് പുറത്തൊന്നുമില്ല. അപ്പം ഈ ഫിസിക്കൽ വേൾഡിലുള്ള അല്ലെങ്കിൽ ഭൗതിക ലോകത്തുള്ള സകല കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അതൊക്കെ അളക്കാൻ പറ്റണം. അളക്കാൻ പറ്റാത്ത ഒരു സാധനവും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എനിത്തിങ് ദാറ്റ് കനോട്ട് ബി മെഷർഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ മെഡിക്കൽ രംഗത്ത് ജോലി എടുക്കുന്നവരുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയരുതോ, നിങ്ങൾ പെയിൻ പോലും അളക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഓൺ എ സ്കെയിൽ ഓഫ് 10 വാട്ട് ഈസ് എ പെയിൻ? ഞാൻ ആശുപത്രി ജോലി എടുക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു പേഷ്യന്റ് അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ടേ, ഒരു നഴ്സ് വന്ന് ചോദ്യം ചോദിച്ചു, ഓൺ എ സ്കെയിൽ ഓഫ് 10 വാട്ട് ഈസ് എ പെയിൻ മിസ്റ്റർ ജോൺ? അപ്പൊ മിസ്റ്റർ ജോൺ പറഞ്ഞു 45. സ്കെയിൽ ഓഫ് 10-ൽ പുള്ളിയുടെ വേദന 45. ഇപ്പൊ പെയിൻ മെഡിക്കേഷൻ വേണം. അതാ പുള്ളി പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അളക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കും. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത ദൈവത്തെ മ്യൂട്ട് ചെയ്യണേ. ജയൽസൺ മ്യൂട്ട്. അളക്കാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത ദൈവത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് തിയോളജി. അതുകൊണ്ടാണ് ഈ വേദശാസ്ത്രം എന്നുള്ള വാക്ക് പറയാൻ ഞാൻ അല്പം ഒന്ന് താമസിക്കുന്നത്. Is it clear this much? നമുക്ക് ഒരിക്കലും ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ദൈവം അതിലും അപ്പുറത്താണ്. അപ്പൊ അങ്ങനെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരുന്നതാണ് മനസ്സിലാക്കുന്നതിനേക്കാളും വലുത്. ദൈവത്തെ പോലെ ആയിത്തീരുന്നതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും വലുത്. അതിനാണ് അപ്പൊ ദൈവത്തെ പോലെ ആയിത്തീരുന്ന പ്രക്രിയയുടെ പേരാണ് വേദപഠനം. വേദശാസ്ത്രം എന്നുള്ള വാക്ക് വരുന്നത് എഗെയിൻ ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നിടത്ത് അക്കാഡമിക്സ് കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയിൽ നമ്മൾ പറയുന്നത് ദൈവത്തെ ഒരിക്കലും നമുക്ക് അനലൈസ് ചെയ്ത് ഒരു നിങ്ങളൊക്കെ ഓർക്കുന്നത്, നമ്മളെല്ലാം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് അല്ലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിസറ ഓഫ് എ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു തവളയെ കൊണ്ടുവന്നിട്ട് അതിനെ ആണിയടിച്ച്, എൻ്റെ കാലും കൈയൊക്കെ ആണിയടിച്ച് തുറന്ന്, എനിക്കുണ്ടായിരുന്ന ഒരു ഡിസെക്ഷൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങളുടെ വീടിന്റെ താഴത്തെ കണ്ടെത്തിയുന്ന ഒരു തവളയൊക്കെ പിടിച്ചോണ്ട് എല്ലാം ഒരു പ്ലൈവുഡ് എടുത്തോണ്ട് അതിൽ ആണിയൊക്കെ അടിച്ച് ഇങ്ങനെ വെക്കും. ഓരോ പ്രാവശ്യം വെച്ച് അങ്ങനെ 5-6 പ്രാവശ്യം ആണി അടിച്ച് വെക്കും. 5-6 ആഴ്ച ആണി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പപ്പാൻ്റെ അടുത്തൊന്ന് വഴക്ക് പറഞ്ഞു. ഒരു പണിയില്ല, തവളെ പിടിച്ചോണ്ടൊന്ന് കണ്ടിച്ചു വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ഇവൻ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഇവനീ പണി കാണിച്ചോണ്ടിരിക്കുന്നത്. തിയോളജി നമുക്ക് അങ്ങനെ കോക്രോച്ച് ഒക്കെ ഉണ്ട്. എന്തോ ഉണ്ടായിരുന്നു, എന്റെ പൊന്നെ ഉണ്ടായിരുന്നു, എന്നെ ഓർപ്പിക്കില്ല ഇതൊന്നും. കോക്രോച്ച് ഉണ്ടായിരുന്നു, തവള ഉണ്ടായിരുന്നു, പല പരിപാടികളും ഉണ്ടായിരുന്നു. അതുപോലെ തിയോളജി പഠിക്കാൻ പറ്റിയ. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അപ്പൊ അതുകൊണ്ട് തുടങ്ങുമ്പോഴത്തേന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല, ദൈവത്തെ ഒരിക്കലും ആർക്കും ഇങ്ങനെ തലധാരിയുടെ കീറി മനസ്സിലാക്കാനോട്ട് പറ്റിയിട്ടുമില്ല. ഇവിടുന്ന് നമുക്ക് തുടങ്ങാൻ ഒക്കുള്ളൂ. അപ്പം നമുക്ക് എംപിരിക്കൽ എന്നുള്ള വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു മീൻസിൽ കൂടെ ദൈവത്തെ അളക്കാൻ പറ്റില്ല, ദൈവത്തെ പഠിക്കാൻ പറ്റില്ല. ഇതാണ് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എങ്ങനെ ദൈവത്തെ അറിയാൻ ഒക്കുന്നത്? ദൈവത്തെ അറിയാൻ ഒക്കുന്നത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള, അവനെക്കുറിച്ച് തന്നെ അവൻ വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അവന്റെ രീതികളും അവന്റെ പ്രത്യേകതകളും ക്യാരക്ടറിസ്റ്റിക്സും അറിയാൻ നമുക്ക് പറ്റും. അത്രേ പറ്റുള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? അത്രേ സാധിക്കുള്ളൂ, അതിനപ്പുറത്ത് പറ്റത്തില്ല.
അത് ഒരാൾക്ക് എന്തുമാത്രം പറ്റും എന്നുള്ളതാണ് ചോദ്യം. 2, ദൈവം നമ്മളോട് ഇടപെടുന്നത് ഓരോരുത്തരോട് ഇടപെടുക. തമാശ പറയുന്നത് മലയാള മനോരമ പത്രം അടിക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. എല്ലാ വീട്ടുകാർക്കും ഒരു പത്രം അടിച്ചു കൊടുക്കും മനോരമ. അവർക്ക് അറിയേണ്ടിയിരിക്കുന്ന വാർത്തകളൊക്കെയാണ്. ഇപ്പം ഗൂഗിൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ദിവ്യബോധനം എന്ന് 4 പ്രാവശ്യം പറഞ്ഞു എഴുതുന്നുണ്ട്. ഇനി നാളെ മുതൽ എനിക്ക് ഗൂഗിളിൽ ദിവ്യബോധനത്തിന്റെ പരസ്യം വരും. ഗൂഗിൾ ഇപ്പൊ ചെയ്യുന്ന പണി അതാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാണ് ചെയ്യുന്നത്. സിമിലർ ആയിട്ട് ദൈവം എന്താണോ അതങ്ങനെ നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കും. എല്ലാവർക്കും ദൈവത്തോട് സംസാരിക്കാം. ഒരു വ്യക്തി ഈ ലോകത്തുള്ള 7.5 ബില്യൺ പീപ്പിളിനോട് റെഗുലറായിട്ട് നിരന്തരമായിട്ട് എല്ലാ സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെന്തൊരു ഇന്റലിജൻസ് എന്ന് ആലോചിക്കും. അപ്പൊ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാനാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഐ ആം ഹു ഐ ആം, ഈ യാവേ എന്നുള്ള വാക്കിന്റെ ഉത്ഭവവും ഇവിടുന്നാണ്. യഹിയേ ഹ അഷേർ യഹിയേ, ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്റെ പേര് ഞാൻ എന്നാണ്. നമുക്കങ്ങനെ പറയാൻ ഒക്കുമോ? എന്റെ പേര് ഫെർണാണ്ടസ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാം. എന്റെ പേര് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഇന്നാളെ അവിടെ വെച്ച് ദിവ്യബോധത്തിന്റെ ക്ലാസ് വെച്ച് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കുറിച്ച് ആകുന്നു എന്ന് വരത്തില്ല. വരുമോ? ജേക്കബ് മാത്യു അച്ഛൻ നിങ്ങൾ പറയണം. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഞാൻ, അതാണ് ദൈവം. അപ്പൊ ഞാനാകുന്നത് ഞാനാകുന്നു. അതുപോലെ തന്നെ ഈ മോശ മുൾപ്പടർപ്പിൽ ദൈവത്തെ കാണുന്നുണ്ട്. ഈ ദൈവത്തെ കാണുന്ന സമയത്ത് എന്താ മോശ കണ്ടേ? മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ ദഹിച്ചു പോകുന്നില്ല. അതെന്തൊരു അത്ഭുതം! മുൾപ്പടർപ്പ് കത്തുന്നു, ദഹിച്ചു പോകുന്നില്ല. പിന്നെ ഈ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് ദൈവം മോശയ്ക്ക് തന്നെ ഒന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? മോശയോട് പറയുക, നീ പാറയുടെ ഇടുക്കിനകത്ത് ഇറങ്ങി നിൽക്കണം, ഞാൻ കടന്നു പോകും. എന്റെ സാന്നിധ്യം അല്ലെങ്കിൽ എന്റെ പ്രഭാവം കടന്നു പോകുമ്പോ എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും. കാരണം നിനക്ക് എന്റെ മുഖം കാണാൻ പറ്റില്ല. എന്റെ മുഖം കാണുന്നവൻ, ദൈവത്തിന്റെ മുഖം കാണുന്നവൻ മരിച്ചു പോകും. എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. എന്നിട്ട് എന്റെ പിൻഭാഗം വേണമെങ്കിൽ നിനക്കൊന്ന് കാണാം. യു ക്യാൻ സീ ഓൺലി മൈ ബാക്ക്. ദൈവത്തെ കാണാൻ പറ്റില്ല എങ്കിൽ പിന്നെ ദൈവത്തെ എങ്ങനെ അറിയാൻ നോക്കുന്നത്? ദൈവത്തിന്റെ തേജസ്, ദ ഗ്ലോറി ഓഫ് ഗോഡ് അത്രേ പറ്റുള്ളൂ നമുക്ക്. അതിനടുത്ത് ചെല്ലാൻ പറ്റില്ല. ഈ പുസ്തകത്തിനകത്ത്, മോശയുടെ ജീവിതം എന്നുള്ള പുസ്തകത്തിനകത്ത് പേജ് നമ്പർ, നെൽസനെ കുറച്ച് അങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാമോ? പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ 13 ആയിരിക്കും. 13 കുറച്ചുകൂടെ താഴോട്ട്. അവിടെ മോശ ജീവിതം എന്ന കൃതിയിൽ കാണുന്നുണ്ടോ? ശകലം കൂടിപ്പോയി, പൊങ്ങിപ്പോയി. ഇച്ചിരി താഴോട്ട് വരട്ടെ. അത് തന്നെ, അവിടെ നിൽക്കട്ടെ. ഈ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് മോശയുടെ ജീവിതം എന്നുള്ള ലൈഫ് ഓഫ് മോസ് എന്നുള്ള പുസ്തകത്തിനകത്ത് ദൈവത്തെ മോശ കാണുന്നതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഈ പർവ്വതത്തിലേക്ക് കയറി പോകുന്ന ഭാഗമാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ബഹുമാനപ്പെട്ട മാത്യു വൈദ്യനച്ചൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു ശകലം അൺക്ലിയർ. അത് ഇച്ചിരി ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഈ മോശ കയറി പോകുന്നത് അന്ധതമസ് എന്നാണ് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അന്ധതമസ് എന്ന് പറഞ്ഞാല്, തമസ് എന്ന് പറഞ്ഞാൽ തന്നെ അന്ധത എന്നല്ലേ അർത്ഥം? ഇരുട്ടെന്നല്ലേ തമസ് എന്ന് പറഞ്ഞാൽ? ഇരുട്ടെന്ന അർത്ഥം. അന്ധതമസ് എന്ന് പറഞ്ഞാലോ കണ്ണി കുത്തിയ മനസ്സിലാകില്ലാത്ത വിധത്തിലുള്ള ഇരുട്ട്. അതാ തൽക്കാലം അതിന്റെ അർത്ഥം. ഈ അന്ധതമസിലേക്ക് മോശ കയറി പോകുമ്പോൾ മോശയ്ക്കല്ല അവിടെ വെളിച്ചില്ലാത്ത അവസ്ഥ, പകരം താഴെ നിൽക്കുന്നവർക്കാ. മോശ മേഘത്തിനകത്തേക്ക് കയറിപ്പോയി, മോശയ്ക്കല്ല കാണാൻ മേലാഴിക, താഴെ നിൽക്കുന്നവർക്കാ. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം പറയാം. നമ്മൾ ഈ പ്ലെയിനിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോഴത്തേനെ മേഘത്തിന്റെ അപ്പുറത്തുള്ള എന്നത് കാണാൻ ഒക്കുമോ? താഴെ നിന്നാൽ, അല്ല താഴെ നിൽക്കുന്ന ഒരാൾക്ക് മേഘത്തിന്റെ അപ്പുറത്തുള്ള എന്നത് കാണാൻ ഒക്കുമോ? പറ്റില്ല. അതേസമയത്ത് പ്ലെയിൻ അകത്തിരിക്കുന്നവർക്ക് മേഘത്തിന് മേളിൽ എന്നത് കാണാം. ഇതിന് നമുക്കറിയാം, പ്ലെയിൻ ഇങ്ങനെ പറന്ന് മേഘത്തിനകത്തേക്ക് കയറി പ്ലെയിൻ പിന്നെ കാണാൻ മേല. അതേസമയം പ്ലെയിൻ അകത്തിരിക്കുന്നവർക്ക് എല്ലാം കാണാം. താഴെയുള്ള കാണാമോ പ്ലെയിനകത്തിരിക്കുന്നവർക്ക്? പറ്റില്ല. ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ സെയിന്റ് ഗ്രിഗറി നാസിയാൻസൻ ഈസ് എക്സ്പ്ലെയിനിങ്. സെയിന്റ് ഗ്രിഗറി നിസ്സ ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ്. മോശ ഈ മേഘത്തിന് മേളിലേക്ക് കയറി,
മോശയ്ക്ക് ദൈവത്തെ കാണാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ, ദൈവത്തിന്റെ തേജസ് കാണാം. വേറസ് പീപ്പിൾ ഓഫ് ഇസ്രയേൽ who were standing at the foot of the mountain, they could not see anything. അപ്പൊ മോശ അന്ധതമസിൽ കയറിപ്പോയി എന്ന് അവര് പറഞ്ഞു. തിയോളജി എന്ന് പറയുന്നതും എങ്ങനെയാ, എക്സ്പീരിയൻസ് ചെയ്ത് മേളിലോട്ട് പോകുന്തോറും കൂടുതൽ നമുക്ക് വെളിവായി വരും. എന്നാൽ അത് നമുക്ക് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാൻ എൻ്റെ ദൈവ സാന്നിധ്യ ബോധത്തെക്കുറിച്ച് എത്രമാത്രം നിങ്ങളോട് പറയാൻ ശ്രമിച്ചാലും എനിക്കറിയാവുന്ന നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുകയില്ല. കാരണം അത് എനിക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു സാധനം. അതുകൊണ്ട് തിയോളജി പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് ദൈവത്തെ എക്സ്പീരിയൻസ്, കൂടുതൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുക. ദൈവം അവന്റെ അത്ഭുത കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ തിയോളജി പഠിക്കാം. ഇനി പഠിക്കാൻ പോകുന്ന സകല സംഗതികളും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഓർത്തിരിക്കുക. ഹോളിനെസ് ഈസ് എ പ്രീ കണ്ടീഷൻ ടു ലേൺ തിയോളജി. വിശുദ്ധിയാണ് വേദശാസ്ത്രം പഠിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു യോഗ്യത. എന്തുമാത്രം വിശുദ്ധി നമുക്കുണ്ടോ അത്ര കണ്ട് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. എത്ര വിശുദ്ധി കുറവാണോ അത്രയും നമുക്ക് ദൈവത്തെ കുറച്ചേ മനസ്സിലാവുള്ളൂ. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഈ കണ്ണാടി വെക്കുന്ന മനുഷ്യരാണല്ലോ മിക്കവാറും എല്ലാവരും കണ്ണാടി വെക്കുന്നവരാ. ഈ കണ്ണാടിയിൽ മൂടൽമഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കാണാൻ ഒക്കും? പറ്റിയല്ല. ഈ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാം മാസ്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഈ മാസ്കിന്റെ ഈ മേളിൽ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നമ്മുടെ ശ്വാസം വന്നിട്ട് ഈ കണ്ണാടിയെ പിടിക്കും. പിന്നെ ഒരു വക കാണാൻ മേല. എന്ന് പറഞ്ഞ പോലെയാണ്. എന്തുമാത്രം നമ്മുടെ ഈ കണ്ണാടിയിൽ ഈ ഫോഗ് പിടിക്കുന്നു. ഫോഗ് എന്ന് പറയുന്നത് അശുദ്ധി. എന്തുമാത്രം അശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്ര കണ്ട് ദൈവം അൺക്ലിയർ ആയിരിക്കും. എന്തുമാത്രം വിശുദ്ധി നമുക്കുണ്ടോ അത്രയും ദൈവം ക്ലിയർ ആയിരിക്കും. അപ്പോൾ 14ാമത്തെ പേജില് തുടക്കത്തില് നിസായിലെ ഗ്രിഗോറിയോസ് ഇപ്രകാരം എഴുതുന്നു: ഒരു അഖിലാണ്ടത്തെ കുറിച്ച് ഗ്രഹിക്കുമ്പോൾ സർവ്വത്തിലും വ്യാപരിക്കും, സർവ്വത്തെയും വഹിക്കും, സർവ്വത്തിലും സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ അവിടെ കണ്ടെത്താൻ കഴിയാതിരുന്നാൽ അയാൾ എത്ര ഭോഷൻ. കാരണം ആ ദൈവത്തെ ആശ്രയിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അവനാകുന്നു യഥാർത്ഥ ഉണ്മ. മറ്റുള്ളവർക്ക് അസ്തിത്വം ഉണ്ടാകുന്ന പോലും അവനിൽ കൂടെ മാത്രമാകുന്നു. ഈ സെന്റൻസ് വളരെ മീനിങ് ഫുള്ളാണ്. കാരണം റിയലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആരാണ് ഉള്ളത്? ഒരാളേ ഉള്ളൂ, ദൈവം. അതുകൊണ്ടാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മാത്രമേ ഉള്ളൂ റിയൽ എക്സിസ്റ്റൻസ്. നിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ എക്സിസ്റ്റൻസിലേക്ക് നീ ഷെയർ ചെയ്യുന്ന നിന്റെ എക്സിസ്റ്റൻസ്. അതിനപ്പുറത്ത് നിനക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ആ എക്സിസ്റ്റൻസിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ എക്സിസ്റ്റൻസിനോട് അടുത്ത് വരിക എന്നുള്ളതാണ്. മുടിയനായ പുത്രൻ പിതാവിനോട് അടുത്തോട് തിരികെ വന്നപ്പോൾ അവന് കൂടുതൽ അവന്റെ പിതാവിനെ അറിയാൻ പറ്റുന്നു. അപ്പോൾ ഇത് തന്നെ സങ്കീർത്തനം 27:4 പറയുന്നുണ്ട്: യഹോവയുടെ മനോഹരത്വം കാണുകയും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുകയും ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ദൈവത്തെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കും, അനുഭവിക്കാനൊക്കും. യഹോവയുടെ പർവ്വതത്തിലേക്ക് ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ. ഇനി എന്റെ ബാക്കി മുഴുവനുണ്ട് 24ാം സങ്കീർത്തനത്തിൽ. അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ആലോചിക്കണം. ഈ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിയൽ ആയിട്ട് വേദശാസ്ത്രത്തിലേക്ക് ഇറങ്ങാനൊക്കുള്ളൂ. വിശുദ്ധി ഇല്ലാത്തവൻ എന്നെല്ലാം കാണിച്ചാലും കൊള്ളാം, അവൻ ഒന്നും മനസ്സിലാക്കുമല്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പ്രകടനമാണെന്ന് ചിന്തിക്കും വേണ്ട കേട്ടോ. റിയലായിട്ട് തിയോളജി അറിയാവുന്ന ഒരാളും ഭക്തി പ്രകടിപ്പിക്കത്തില്ല. ഭക്തി പ്രകടിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. മുട്ടുകുത്തി നിന്ന് കാണിക്കുകയോ കയ്യെ തഴമ്പോ അല്ലെങ്കിൽ എല്ലാരും കാണുക പ്രാർത്ഥിക്കലോ ഉപവസിക്കലോ ഒന്നും. ചിലപ്പോൾ അവർ ഉപവാസം 4 ജനം നിൽക്കുന്നിടത്ത് അവർ ഉപവസിച്ചില്ല എന്നും വരും. റിയൽ ഭക്തി ഉള്ളവൻ യാതൊന്നും പുറത്ത് കാണിക്കത്തില്ല. ഇന്നത്തെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് നേരെ തിരിച്ചാ അല്ലേ? എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർ കിട്ടി, എത്ര റീപോസ്റ്റ് കിട്ടി, ഇതൊക്കെയാണ് നമ്മളെ നോക്കുന്നത്. റിയൽ ഭക്തി ഉള്ളവന് ഇതൊന്നും ആവശ്യമില്ല. അവന്റെ പടം ഫേസ്ബുക്കിൽ വരണ്ട, അവന്റെ പോസ്റ്റ് 100 പേര് കാണണ്ട.
അവൻ ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ ഈ ഓൺലൈൻ നമ്മുടെ പ്രസൻസിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ അതിന് ഈ അടുത്ത സമയത്ത് ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ അതിനകത്ത് ഒരു ലേഖനം പബ്ലിഷ് ചെയ്തിരുന്നു. അതിനകത്ത് അവർ പ്രത്യേകം എഴുതിയിട്ടുള്ള ഈ അനോണിമിറ്റി ബ്രീഡ്സ് മിസ്ബിഹേവിയർ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? അനോണിമിറ്റി ബ്രീഡ്സ് മിസ്ബിഹേവിയർ. നമുക്കറിയാലോ, മലയാള ഫേസ്ബുക്ക് രംഗത്ത് അല്ലെങ്കിൽ വാട്സാപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ തോന്നിവാസം എഴുതി വിടുന്നവർ ഒറ്റ ഒരാൾ പോലും അവരുടെ പേര് വെക്കും അതിനകത്ത്. ഒന്നുകിൽ ഒരു വിശ്വാസി, ഇത് ഏതാ ഈ വിശ്വാസി? വിശ്വാസി എന്ന പേരിൽ ആരുണ്ടോ? ഞാനാകുന്നു ദൈവം പറഞ്ഞ പോലെ. ഈ ഭദ്രാസനത്തിന്റെ സംരക്ഷകൻ, ഇവിടെ പേര് വെച്ച് പറയാൻ മേലാത്തവൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇതുപോലെയാണ്. ഫെയ്ത്ത് പഠിക്കുന്ന ഒരാൾക്ക്, തിയോളജി പഠിക്കുന്ന ഒരാൾക്ക് അങ്ങനെയില്ല. അവർ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഷോ ഇല്ല. അപ്പം ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉണ്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും ദൈവവുമായിട്ട് നമ്മളിങ്ങനെ ചേർന്നൊന്നായി തീരുക. നമ്മുടെ ടെലിഫോൺ കണക്ഷൻ ഇടയ്ക്ക് ഇങ്ങനെ കറന്ന് ശബ്ദം കേട്ട് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. നമ്മൾ ഫോൺ എടുത്ത് വെച്ച് വർത്താനം പറയും, കേൾക്കുന്നില്ല കമ്പിളിപ്പതപ്പ് എന്ന് പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ. ഈ കമ്പിളിപ്പതപ്പ് നമുക്ക് റിയലായിട്ട് കമ്പിളിപ്പതപ്പ് പലതവണ നമുക്കറിയാം, നമ്മുടെ ലൈഫ് കണ്ടിട്ടില്ല ടെലിഫോണിൽ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ കമ്പിളിപ്പതപ്പ് വരാത്ത ഒരവസ്ഥയുണ്ട്. അത് വരുന്നവൾക്കേ ദൈവത്തെ അറിയാനൊക്കൂ. ഇനി വേറൊരു കാര്യം കൂടെ, എല്ലാം നമ്മുടെ ഭാഷയുടെ ഒരു പ്രശ്നം. എന്നെ പറഞ്ഞാൽ നമ്മൾ ഈ വരുന്നവൻ അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം. നിങ്ങൾ വിചാരിക്കരുത് പുരുഷന്മാർക്ക് മാത്രമാണ് തിയോളജി മനസ്സിലാകുന്നതെന്ന്. അല്ല, എല്ലാവർക്കും ഒരുപോലെ കർത്താവ് ഇത് കൊടുക്കും. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ കൊടുക്കും. മയാമിയിൽ നമ്മുടെ ജോയ് ബെങ്കോൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ തിയോളജി പഠിച്ചത് ഒരു സെമിനാരിൽ ഒരു പ്രൊഫസർ ഒരു അച്ഛനോ ഒരു മെത്രാച്ചനോ പഠിപ്പിച്ചിട്ടല്ല, പകരം അദ്ദേഹത്തിന്റെ അമ്മ ചൊല്ലിയിരുന്ന മാർ അപ്രേമിന്റെ മെമ്രാകളിൽ നിന്ന്. പാത്രം കഴുകുമ്പോൾ അമ്മച്ചിരുന്നുണ്ട് മെമ്ര ചൊല്ലുമായിരുന്നു. മനസ്സിൽ ഗുണമില്ലാത്തവനെ നിന്നോട് ആര് ഗുണം ചെയ്യും, ദൈവം നിന്നെ അകറ്റുമ്പോൾ ആര് സഹായിക്കും നിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള അപ്രേമിന്റെ മെമ്രാകൾ നമ്മുടെ പഴയകാലത്ത് അപ്പച്ചന്മാർ അമ്മച്ചവരൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നായിരുന്നു ഇതൊക്കെ. മനസ്സിൽ ഗുണമില്ലാത്തവനെ നിന്നെ ആര് സഹായിക്കും, ദൈവം നിന്നെ അകറ്റുമ്പോൾ അയ്യോ ആര് സഹായിക്കും. ഇതാണ് തിയോളജി. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് തിയോളജി ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് cannot be done. പകരം ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. തിയോളജി ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ദൈവത്തെക്കുറിച്ചുള്ള സംഭാഷണമല്ല തിയോളജി, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അനാലിസിസ് അല്ല തിയോളജി. ഇറ്റ് ഈസ് മോർ ദാൻ an academic excellence. It is an excellence through experiencing the presence of God in prayer, in the Holy Eucharist, in the Holy Sacraments, in the Holy Liturgical handlings. ഇപ്പം ദനഹ പെരുന്നാള് നമ്മളിപ്പോൾ അങ്ങോട്ട് നടത്തി അല്ലേ? ഈ മൊറോനെ പെരുന്നാളിന് പള്ളിയിൽ പോകണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്നാ? അവിടെ പോയി ആ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ അനുഭവമാണ് വേദശാസ്ത്രം. നമ്മുടെ ആത്മാവ് പ്യൂരിഫൈഡ് ആകുന്തോറും നമുക്ക് ഇല്ലുമിനേറ്റഡ് ആകാൻ ഒക്കും. നമ്മുടെ ഉള്ളിൽ നമുക്ക് വിവരിച്ചെടുക്കാൻ പറ്റാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം അവിടെ വരുന്നതാണ് തിയോളജി. നേരത്തെ മോശയുടെ കാര്യം പറഞ്ഞില്ലേ? പുതിയ നിയമത്തിലേക്ക് വന്നാലോ, പൗലോസിന് ആ വെളിച്ചം കിട്ടി. എവിടെ വെച്ചാ കിട്ടിയേ? ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച്. ഏത് വഴി വെച്ചാ കിട്ടിയ? വഴിയുടെ പേരെന്നായിരുന്നു? നേർവീതി. ഗുഡ് ജോബ്. നേർവീതി എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ അവിടെ വെച്ചാ കിട്ടിയത്. പൗലോസ് എമ്മാവൂസിന് രണ്ടുപേര് പോയി, അവർക്ക് കിട്ടി.
വേറെ 3 പേര് കർത്താവിന്റെ കൂട്ടത്തില് മലയുടെ മണ്ടയ്ക്ക് കയറി, അവർക്കും കിട്ടി. ഇതൊക്കെയാണ് തിയോളജി. അതുകൊണ്ട് 2 പേരെ നമ്മുടെ പാരമ്പര്യത്തിൽ വേദശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കുന്നുണ്ട്. 2 പേരെ, തിയോളജിയൻസ്. സെയിന്റ് ജോൺ ദി അപ്പോസിൽ, ഒരാള് പരിശുദ്ധനായ യോഹന്നാൻ ഏവങ്കിലിസ്ത. രണ്ടാമത്തെ ആള് നമ്മളിപ്പോ പറഞ്ഞ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. 2 പേരുകൾ തിയോളജിയൻസ്. ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. എന്തെങ്കിലും സംശയ ചോദ്യം ഉണ്ടോ? ഇല്ലെങ്കിൽ രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 2 പേർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇനിയും ഒന്ന് ആലോചിച്ച് നോക്കണം. തിയോളജി എന്നുള്ള വാക്ക് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്നു. ഗ്രീക്കുകാരുടെ ഒരു ദൈവസങ്കല്പമൊക്കെ ഉണ്ടല്ലോ, സിയൂസ് അല്ലെങ്കിൽ അപ്പോളോ, ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളൊക്കെ. അപ്പൊ ദൈവങ്ങളെ കുറിച്ചുള്ള അവരുടെ ക്ലാസിക്കുകളുണ്ട്. ഒഡീസിയസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ദൈവം എങ്ങനെ ഒഡീസിയൂസിനെ സംരക്ഷിച്ചു എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീക്ക് ഗോഡ്സ് എങ്ങനെയാണ് ഒഡീസിയൂസിനെ സംരക്ഷിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കോണ്ടെക്സ്റ്റിലാണ് ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ എഴുതുന്നത്. അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ തിയോളജിന്റെ പേരിൽ അറിയപ്പെട്ടത്. കഴിഞ്ഞ് പ്ലേറ്റോ കുറച്ചുകൂടെ ഫിലോസോഫിക്കലായിട്ട് എഴുതാൻ തുടങ്ങി. അപ്പം സുപ്രീം റിയാലിറ്റി, പരമമായ യാഥാർത്ഥ്യം എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട കെ എൽ മാത്യു വൈദ്യൻ മൽപ്പാനസൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ അല്പം കൂടെ ഒന്ന് സുപ്രീം റിയാലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? നമുക്കൊരിക്കലും വർണ്ണിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഉള്ള എക്സിസ്റ്റൻസ്, ഉണ്മ, അതാണ് റിയൽ ആയിട്ടുള്ളത്. അപ്പൊ അതിനെ സർവത്തിന്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ തിയോളജി എന്നുള്ള ഒരു വാക്കുകൊണ്ട് പ്ലേറ്റോ ഉപയോഗിക്കുന്നു. നമ്മൾ പക്ഷെ പറയുന്നത് എന്താ? ഈ സോഴ്സിന്റെയും കൂടെ സോഴ്സ് ആണ് ആര്? ദൈവം. അപ്പം ഈ അൺമൂവ്ഡ് മൂവർ എന്ന് അരിസ്റ്റോട്ടിൽ വിളിച്ചു. അൺമൂവ്ഡ് മൂവർ, അതായത് ഏതൊരു സാധനവും മൂവ് ചെയ്യും, ഇല്ലേ? ഏതൊരു സാധനവും മൂവ് ചെയ്യും. ഈ ഒരിക്കലും മൂവ് ചെയ്യാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ മൂവ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ ഒക്കുള്ളൂ. ദൈവം അൺമൂവ്ഡ് മൂവർ ആണ് എന്ന് പറഞ്ഞു. അതിന് സ്റ്റോയിക്കാർ വന്നിട്ട് പറഞ്ഞു ദൈവം യോഗാത്മകമാണ്, നൈസർഗികമാണ്, വ്യാവഹാരിക. ഇതൊക്കെ വലിയ കട്ടുപിടിച്ച വാക്കുകളാണ് കേട്ടോ. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ചിലപ്പോൾ മനസ്സിലാക്കുമായിരിക്കും. മിസ്റ്റിക്കൽ, നാച്ചുറൽ, സിവിൽ എന്നിങ്ങനെ മിസ്റ്റിക് പറയുന്നുണ്ട്. യോഗാത്മകം എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലാത്തതെന്നാ വാക്കിന്റെ അർത്ഥം. യോഗാത്മകം, മിസ്റ്റിക്കൽ നമുക്കറിയാം, പക്ഷെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. അതിനാണ് മിസ്റ്റിക്കൽ എന്ന് പറയുന്നത്. നൈസർഗികം, നമ്മള് നാച്ചുറലായിട്ട് നമുക്ക് വരുന്നത്, നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ നമ്മളെ നാച്ചുറലായിട്ട് നമുക്ക് വരുന്ന പ്രതികരണത്തിന് പേരെന്നായിരിക്കും? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടു, നാച്ചുറലായിട്ട് നമുക്ക് വരുന്ന പ്രതികരണത്തിന്റെ പേരെന്താണ്? ദേഷ്യം. ദേഷ്യം. എനിക്ക് ചെവി പുറകോട്ടായതുകൊണ്ട് ഞാൻ കേട്ടില്ല കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. ദേഷ്യം. സോ നാച്ചുറൽ അത്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഒരാള് വഴിയിൽ നരകിച്ച് കിടക്കുന്നത് കാണുന്നു. ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന വികാരം എന്തായിരിക്കും? സിമ്പതി. വെരി ഗുഡ്. ഇവിടെ ഒരു ആള് മരിച്ചുപോയി, അവരുടെ വീട്ടിലോട്ട് ചെന്ന മരിച്ചു പോയിരിക്കുന്ന ആളുടെ ഭാര്യയെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു മനപ്രയാസമൊക്കെ വരും. നാച്ചുറലായിട്ട് വരുന്ന ഒരു സാധനം. വേറെ ചിലരുണ്ട്, ചില നാച്ചുറലായിട്ട് ഒരുത്തൻ മരിച്ചു, അവന്റെ വീട്ടിൽ ചെന്നു അവന്റെ ഭാര്യ കരയുന്ന കാണുമ്പോൾ ഒരു സന്തോഷം വരും. കാരണം ഇവൻ എന്റെ ശത്രുവായിരുന്നു, അവൻ ചത്തുപോയി, അപ്പൊ നമുക്കൊരു പിടി സന്തോഷം. അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ. പിന്നെ ഈ നാച്ചുറൽ എന്ന് പറയുന്നത്. ഇനിയും വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാച്ചുറൽ അതിനകത്ത് വ്യാവഹാരികം വരുന്ന വ്യവഹാരം, ഇടപെടലുകൾ. അപ്പൊ ഇത് അതായത്
കൊടുക്കൽ വാങ്ങൽ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ, ഇതൊക്കെയാണ് തിയോളജി എന്ന് പറഞ്ഞ് സ്റ്റോയിക്കുകാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റോയിക്കിനകത്തെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ എപ്പിക്യൂറസ്. എപ്പിക്യൂറസ് ആണ് സ്റ്റോയിക്സിന്റെ. അപ്പം എപ്പിക്യൂറിയനിസം, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. എപ്പിക്യൂറസ് സ്റ്റോയിക്കുകാർ പറഞ്ഞത് എപ്പിക്യൂറസിന് എതിരായിട്ട് പറഞ്ഞവരാ. അപ്പൊ അവര് പറഞ്ഞു, എപ്പിക്യൂറസ് പറഞ്ഞു തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ. എങ്ങനെയാണ് നമ്മളെ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും? പക്ഷെ എപ്പിക്യൂറസ് പറഞ്ഞത് അതല്ലായിരുന്നു കേട്ടോ. എപ്പിക്യൂറസ് പറഞ്ഞത് ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ള ഒന്നുമില്ല, നീ എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യുന്നത് തോന്നിവാസം കാണിച്ചിട്ടല്ല, പകരം നല്ല കാര്യങ്ങൾ ചെയ്ത് ലൈഫിനെ എൻജോയ് ചെയ്യണം. അതാണ് എപ്പിക്യൂറസ് പറഞ്ഞത്. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ചു തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞു. റിയൽ എപ്പിക്യൂറസ് പറഞ്ഞത് അല്ലായിരുന്നു കേട്ടോ. എനിഹു, എപ്പിക്യൂറസ് പറഞ്ഞതിനെതിരെ സ്റ്റോയിക്സ് മുന്നോട്ട് വന്നു. വളരെ, നിങ്ങൾ ഇപ്പൊ തന്നെ ഇംഗ്ലീഷിൽ ഒരു വാക്കില്ലേ, സ്റ്റോയിക് ഈസ് എ വെരി സ്റ്റോയിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ, എന്നാ സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷിക്കത്തില്ല, ദുഃഖം വന്നാൽ ഒരുപാട് ദുഃഖിക്കത്തില്ല, അങ്ങനെയുള്ള രീതി ആളുകളെയാണ് സ്റ്റോയിക്സ് എന്ന് വിളിക്കുന്നത്. അവർ പറഞ്ഞ അതിനകത്താണ് ദൈവത്തെ കാണാൻ നോക്കുന്നത്. അത് കഴിഞ്ഞ പോലെ മിസ്റ്റിക്സ് വന്നു. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വർണ്ണിക്കാൻ പറ്റില്ല, മനുഷ്യന്റെ ബുദ്ധിയും ഭക്തിയും ഒക്കെ നല്ല വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നൊക്കെ മിസ്റ്റിക്കുകൾ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം പാർഷ്യലാണ്, ഭാഗികമാണ് എന്ന ഒരു സംഗതിയാണ് വന്നത്. ഇനിയും വിശുദ്ധ ക്ലിമ്മീസ്, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലിമ്മീസ് അദ്ദേഹം പറഞ്ഞു, മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള കർത്താവിന്റെ വർണ്ണനകളാണ് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു. മനുഷ്യാവതാരത്തെ കുറിച്ച് എന്തുമാത്രം നമുക്ക് വർണ്ണിക്കാൻ ഒക്കും, അതാണ് ദൈവശാസ്ത്രം. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേന് ഓറിഗൻ വന്നു. ഓറിഗനെ നമ്മൾ വിശുദ്ധൻ എന്ന് വിളിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം വലിയ 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 ഒരു വേദശാസ്ത്രജ്ഞനായിരുന്നു. ദൈവം മനുഷ്യനായി തീർന്നു. അപ്പൊ ആ ദൈവം മനുഷ്യനായി തീർന്നത് ആ ഒരു അത്ഭുതകരമായ കാര്യത്തെ എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള എഴുത്തുകളെയാണ് തിയോളജി എന്ന് പിന്നീട് പറഞ്ഞു. അപ്പം നമ്മൾ ഏതെങ്കിലും വായിക്കുമ്പോഴത്തേക്ക് തന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ഈ മനുഷ്യാവതാരം എന്ന് പറയുന്ന ഒരു വാക്കിനാണ് വ്യാപാരമായിരുന്നു. അതാ വാക്ക്. മനുഷ്യാവതാരം ഒരു വ്യാപാരം. വ്യാപാരത്തിൽ എന്താ സംഭവിക്കുന്നത്? കൊടുക്കൽ വാങ്ങൽ അല്ലേ? കൊടുക്കൽ വാങ്ങലല്ലേ? അതെ. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങൽ മനുഷ്യാവതാരത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് കൊടുത്തത്, എന്താണ് വാങ്ങിയത്? അശുദ്ധിയ ദൈവം ഇങ്ങോട്ടെടുത്തിട്ട് വിശുദ്ധിയ ദൈവം കൊടുത്തു. നാശത്തെ ദൈവം മാറ്റിക്കളഞ്ഞിട്ട് രക്ഷയെ ദൈവം കൊടുത്തു. അതാ തന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് അവൻ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് രക്ഷ ലഭിച്ചു. ഇതാ അതിൻ്റെ അർത്ഥം. അടുത്ത പ്രാവശ്യം എങ്കിലും വായിക്കുന്ന കാഴ്ച കേൾക്കുമ്പോൾ ഇത് ഓർത്തോണം, ഇതാണ് ഈ പറയുന്നത്. തന്റെ ഇക്കോണമി ഓഫ് സാൽവേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇക്കോണമി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഒരു വ്യാപാരമായിരുന്നു. അപ്പൊ അവിടെ അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളൊക്കെ ആണ് വേദശാസ്ത്രം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, കർത്താവ് പറഞ്ഞു ദൈവം എന്നെക്കാളും വലിയവനാകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം, ആ വാക്ക് കർത്താവ് മനുഷ്യനായി തീർന്ന് മനുഷ്യരോട് പറഞ്ഞ വാക്കാണ്. യേശുക്രിസ്തുവിൽ പുത്രൻ തമ്പുരാനും ഒരു മനുഷ്യനും ഒരുമിച്ചുണ്ടായിരുന്നു. അവർ യൂണിയനായിരുന്നു, മനുഷ്യനും ദൈവവും തമ്മിലുള്ള യൂണിയനായിരുന്നു. ഈ മനുഷ്യനോട് സംസാരിച്ച ഒരു വാക്കാണ് പിതാവാം ദൈവം എന്നെക്കാളും വലിയവനാകുന്നു. പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ദൈവം അവിടെ കൂടെ നിൽക്കുമ്പോൾ ആ ദൈവത്താൽ ശക്തിപ്പെടുത്തപ്പെട്ടുകൊണ്ട് പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തീർന്നവൻ പറഞ്ഞ വാക്കാണ് പിതാവാൻ ദൈവം എന്നെക്കാളും വലുതാണ്. ഇത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നവനാണ് എന്ത് മനസ്സിലാവുന്നത്? വേദശാസ്ത്രം പിടികിട്ടും. Am I making sense? ഇല്ലാത്തവൻ പറയും എന്നതാ, യേശു ദൈവമല്ല, ദൈവം അല്ലാത്തതുകൊണ്ടല്ലേ അവൻ പിതാവ് എന്നെക്കാളും വലുതാന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കും. റിയലായിട്ട് മനസ്സിലാവുന്നവൻ പറയും, ആഹാ നോ, ഇപ്പൊ എനിക്ക് പിടികിട്ടി, ഇത് വേറെ അർത്ഥം. അപ്പോൾ മനുഷ്യാവതാരത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു ലേണിംഗ് ഔട്ട്കം ആയത് മനുഷ്യാവതാരത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അതിതാണ് താൻ
പരിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ ബഹുമാനപ്പെട്ട മാത്യു വൈദ്യനച്ചൻ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അവനിൽ താൻ മുൻ നിർണയിച്ച് തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ഒറ്റ വായനയ്ക്ക് ഒന്നും മനസ്സിലാകുകയില്ല. ആ മനസ്സിലാകുന്നില്ല എങ്കിൽ ആലോചിച്ചോണം, നമുക്ക് ഇനിയും കൂടുതൽ അത് റിവീൽ ചെയ്യപ്പെടാനുണ്ട്. നമ്മുടെ ഭക്തി കൂടുതൽ വർദ്ധിക്കാനുണ്ട്. ഭക്തി വർദ്ധിക്കുന്തോറും ഈ വാക്കുകളുടെ അർത്ഥം കൂടുതൽ വ്യക്തമായിട്ട് വരും. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ മർമ്മം, മിസ്റ്ററി. ഈ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, എന്നാൽ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇത് കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നത് ഇതുകൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതിനെ വാക്കുകൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഇസ് ഇറ്റ് മേക്ക് സെൻസ്? വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതിനെ വാക്കുകൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോഴാണ് വേദശാസ്ത്രം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അന്നേരമാണ് ഈ അടി നടക്കുന്നത്. ഒരാൾ പറയും എനിക്ക് ഇഞ്ചി പക്ഷം, മറ്റേ പറയും കൊഞ്ചു പക്ഷം. ഇവര് ഇഞ്ചിയും കൊഞ്ചിനും തമ്മിൽ അടിവെക്കും. റിയലായിട്ട് തിയോളജി അറിയാവുന്നവന് ഇഞ്ചി എന്ന് പറഞ്ഞാലും കൊഞ്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കാര്യത്തിൽ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള മനസ്സിലാക്കി അവർ റിയലായിട്ട് അതിനെ തിരിച്ചറിഞ്ഞ് വഴക്കില്ലാതെ പോകും. ഇനി ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തെ ആര് വെളിപ്പെടുത്തി തരും? ദൈവത്തിന്റെ പരിശുദ്ധ. നെൽസൺ മുന്നോട്ട് പോണേ, 20 പേജിന്റെ അവസാനത്തിലേക്ക് പോണേ. അതെ, അവിടെ തന്നെ. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തിരുന്നത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 2 അധ്യായം 7-12 വരെ ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ പ്രത്യേകമായിട്ട് സൈറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരും. ഇല്ലാതെ ആർക്കും നമുക്ക് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റില്ല. ദൈവം, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. Is it clear that much? Yes. മൂന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നോ രണ്ടാമത്തെ പാഠത്തെ സംബന്ധിച്ച്? മുമ്പ് പറഞ്ഞപ്പോഴേ ഈ ജോൺ ക്രിസോസ്റ്റം ഒക്കെ തിയോളജിയൻസ് ആയിട്ടില്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അവരെയൊന്നും നമ്മൾ പറയുന്നത് ഇവരെല്ലാം തിയോളജിയൻസാണ്. പക്ഷെ സഭ തിയോളജിയൻ എന്ന് വിളിക്കുന്നത് ഈ രണ്ടുപേരെ മാത്രമേ ഉള്ളൂ. ആ രണ്ടുപേർക്ക് മാത്രമേ തിയോളജിയൻസ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തിയോളജിയൻസ്. ഈ പറഞ്ഞ ഞാനും വേണം തിയോളജിയൻ ആണെന്നൊക്കെ പറയാം കേട്ടോ, ഒരു സന്തോഷത്തിന്. കാരണം ഞാൻ തിയോളജിയാ പഠിച്ചത്. അപ്പം ഞാനും തിയോളജി. ഒരിക്കലും ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു ഐ ആം എ തിയോളജിയൻ. ഓക്കെ, വെരി ഗുഡ്, സന്തോഷം എന്നും പറഞ്ഞ് ഞാൻ കൈകൂപ്പി. ഞാൻ പറഞ്ഞു ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞില്ല കേട്ടോ. കാരണം പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മട്ടനാന്നുള്ളത് ആ പുള്ളിക്ക് മനസ്സിലായാലോ എന്ന് പേടിച്ചിട്ട് വേണ്ടിയില്ല. റിയൽ ആയിട്ട് എന്തുകൊണ്ട് തിയോളജിൻ എന്ന് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം അവര് രണ്ടുപേരും കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് കൂടുതലായിട്ട് എഴുതി എന്നുള്ളതുകൊണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സെയിന്റ് ജോണിനെ തിയോളജിയൻ എന്ന് വിളിച്ചത്. ഇസ് ഇറ്റ് ക്ലിയർ? നെൽസൺ മനസ്സിലായോ? അതോ ഇപ്പോഴും അൺക്ലിയർ ആയിട്ട് നിൽക്കുവാണോ? മനസ്സിലായി. മനസ്സിലായെങ്കിലും മനസ്സിലായെന്ന് പറയാവുള്ളൂ കേട്ടോ. യഹൂദ മതാധിപരും യവന ചിന്തക്കാരും ഭരണാധികാരികളും ഒക്കെയും ആദിമ സഭയുടെ പഠിപ്പിക്കലുകളെല്ലാം മണ്ടത്തരാണ്. ഇന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് കേട്ടോ. ആദിമസഭയുടെ പഠിപ്പിക്കലെല്ലാം മണ്ടത്തരാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് അവരുടെ കാറ്റഗറീസിൽ നിന്നുകൊണ്ട് സഭയുടെ പഠിപ്പിക്കലുകൾ മണ്ടത്തരമല്ല, അതിന് സെൻസ് ഉണ്ടെന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവരുടെ എഴുത്തുകൾ വേദശാസ്ത്രത്തിന്റെ തുടക്കമാണ്. അങ്ങനെയാണ് വേദശാസ്ത്രം എന്ന് എഴുതി തുടങ്ങുന്നത്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ അങ്ങനെ ചെയ്തു. നിങ്ങൾക്കറിയാമോ, അവരുടെ മാർക്കറ്റ് പ്ലേസിൽ അഗോറ എന്ന് പറയുന്നത്, അഗോറ എന്ന മാർക്കറ്റ് എന്നുള്ളതിന് ഗ്രീക്ക് വാക്ക്, അഗോറയിൽ ചെന്നിട്ട് പരിശുദ്ധ പൗലോസ് ശ്ലീഹ അവിടെ നിന്ന് വലിയ സംസാരിച്ചു. അപ്പൊ ഒരുപാട് പേര് കേൾക്കാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പറയുന്ന
ആള് അതാരാ? ഈ അജ്ഞാത ദേവൻ. അങ്ങനെ അജ്ഞാതനായിട്ട് ദൈവത്തിനുണ്ടാകാൻ നോക്കുമോ? ഈ നിങ്ങളുടെ സകല ദൈവങ്ങളെക്കാളും വലിയവനായിരിക്കുന്ന അജ്ഞാത ദേവൻ നിങ്ങൾ പറയുന്ന ആളിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്നും പറഞ്ഞു കൊടുത്തു. ഇതിനോട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുക. ഇപ്പം പോപ്പ് ആ. പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം പല പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതായത് ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ വിളിക്കുന്ന ദൈവം നമ്മൾ വിളിക്കുന്ന ദൈവം തന്നെയാണ്, കാരണം ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പലരും ഇപ്പം പ്രോട്ടസ്റ്റന്റ് പലയിടത്തും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രശ്നമാണെന്ന് പറയുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്ന പേരിൽ വിളിക്കാൻ ആരെക്കുറിച്ചെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആരെ വിളിക്കാനേ പറ്റുള്ളൂ? ദൈവത്തെ വിളിക്കാനേ പറ്റുള്ളൂ, അല്ലേ? നിന്റെ ദൈവം എന്റെ ദൈവം അല്ല എന്ന് പറയുന്ന ഒരു പഴയ നിയമ കൺസെപ്റ്റാണ്. പുതിയ നിയമത്തിൽ നീ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള ദൈവത്തെയാണ്. മുസ്ലിങ്ങൾ വിളിക്കുന്ന ദൈവം റിയൽ ദൈവമാണ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്നാ കുഴപ്പം? ആ ദൈവം അല്ല എന്റെ മുസ്ലിങ്ങൾ അവര് തിരിച്ചു പറയാൻ പോണ എന്നറിയോ? നീ പറയുന്ന ദൈവം അല്ല എന്റെ ദൈവം എന്ന് പറഞ്ഞ് അവര് വരും. ആർക്കാ പ്രശ്നം അപ്പൊ? ദൈവത്തെ അല്ല. പ്രശ്നം മറ്റവർക്കാ. ഇതാണ് ദൈവം എന്ന് നീ വിശ്വസിക്കുന്നത്, റിയലായിട്ട് വിശ്വസിക്കുന്ന ഇവിടെ വന്ന് നീ മാമോദിസ ഏറ്റ് നീ റിയലായിട്ട് ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ച് നീ കുർബാന അനുഭവിക്കുന്നു പറയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള നമ്മുടെ പ്രശ്നം. അത് നമുക്ക് പറയണം. റിയലായിട്ടുള്ള ദൈവം എവിടെയാണ്? നീ അതിലേക്ക് കയറി വാ. ഈ ജസ്റ്റിൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അപ്പോളജിസ്റ്റ്, നമ്മളിപ്പോൾ അപ്പോളജിസ്റ്റുകളെ കുറിച്ചല്ലേ പറയുന്നത്, അതായത് വിശ്വാസം ഡിഫെൻഡ് ചെയ്തവർ. അപ്പൊ അവര് ജസ്റ്റിൻ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മതത്തിലും ദൈവിക അംശം ഉണ്ട്, പക്ഷെ അതെല്ലാം പാർഷ്യലായിട്ട് കിടക്കുക. ഫുൾനെസ് എവിടെയാ ഉള്ളേ? ക്രൈസ്തവ വിശ്വാസത്തിലാണ് ഫുൾനെസ് ഉള്ളത്. അതിന്റെ ഫുൾനെസ്, റിയൽ ആയിട്ടുള്ള ഫുൾനെസ് എവിടെയാ കിടക്കുന്നത്? ഓർത്തഡോക്സിയിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സിൽ അത് കിടക്കുന്നത്? ചുമ്മാ നമുക്ക് ഈ പറഞ്ഞല്ലേ ഞാനാണ് നിങ്ങളെക്കാളൊക്കെ വലിയെന്നും പറഞ്ഞ് കോളറും പൊക്കി പിടിച്ചോണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സിൽ റിയൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ഫുൾനെസ് ഉള്ളത്? ഓർത്തോഡോക്സിയ. ഓർത്തോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്ട്രെയിറ്റ്. ഓർത്തോപീഡിക്സ് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അസ്ഥികളെ കുറിച്ചുള്ള പഠനവും പരിപാടികളൊക്കെ ഓർത്തോപീഡിക്സ്. ഏതെങ്കിലും വളഞ്ഞ അസ്ഥികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മരത്തിന്റെ കമ്പ് വളഞ്ഞിരിക്കുന്ന കണക്ക് വളഞ്ഞിരിക്കുന്ന അസ്ഥി കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ഒരു അതിനെന്താണ് റൈറ്റ് വേർഡ് എന്തായിരിക്കും? മാൽഫോർമേഷൻ. കണ്ടോ? കലക്കി സിനി, താങ്ക് യു. ഒരു മാൽഫോർമേഷൻ ആയിരിക്കും അത്. റിയൽ ആയിട്ടുള്ള ഒരൊറ്റ അസ്ഥിയും വളഞ്ഞതില്ല. വളയുന്ന എന്ത് സാധനവും കാർട്ടിലേജോ മസിലോ ആയിരിക്കും. ഡോക്സ എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോറി എന്നാണ്. ഓർത്തോസും ഡോക്സായും കൂടി ഒരുമിച്ച് വരുന്ന സംഗതിയാണ് ഓർത്തോഡോക്സിയ. ദൈവത്തെ റിയലായിട്ട് സ്തുതിക്കുക, സത്യ ആരാധികൾ. പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സത്യ നമസ്കാരികൾ എന്നൊരു വാക്കുണ്ട്. ഇന്നത്തെ നമ്മൾ ദനഹായിക്ക് വായിച്ച എവങ്കേലിയൻ അതിനകത്തുണ്ട്. സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നത് യെരുശലേമിലുമല്ല ഇവിടെയുമല്ല എന്ന് വരുന്ന ഒരു സമയം വരുന്നു എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സത്യ നമസ്കാരികൾ, അതാണ് ഈ ഓർത്തഡോക്സുകാരൻ. ദൈവത്തെ റിയലായിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ. അവിടെയാണ് തിയോളജി കിടക്കുന്നത്. അപ്പോൾ വേദശാസ്ത്രത്തിന്റെ ഉറവിടം എവിടെയാണ്? പാരമ്പര്യം. അതിനോട് ചേർന്ന് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ ആദ്യം പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ ഇത് പറഞ്ഞത്, അപ്പൊ അവര് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒരു മനുഷ്യനെ കൊല്ലാനും സ്ത്രീകളെ അടിമയാക്കി വെക്കാനും പിന്നെ 7 ഹുറികളെ ലഭിക്കുമെന്നും ഒക്കെ പറയുന്നത് അതിനകത്തൊക്കെ ഒത്തിരി പെശകുള്ള ഒരു സിസ്റ്റം അല്ലേ ശരിയായിട്ട്? അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവും ഉണ്ട്.
റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഉണ്മയെ ബഹുമാനിക്കാത്ത ഒന്നും തിയോളജിയിൽ, സത്യവേദ പുസ്തകത്തിൽ അല്ലെങ്കിൽ സത്യ വിശ്വാസത്തിന്റെ പാർട്ടല്ല. റിയൽ ആയിട്ട് ഒരു മനുഷ്യന്റെ ഉണ്മയെ ബഹുമാനിക്കാത്ത ഒന്നും സത്യവിശ്വാസത്തിന്റെ പാർട്ടല്ല. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആരുടെ രൂപത്തിലും ഭാവത്തിലുമാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ്. ദൈവത്തിന്റെ രൂപത്തിൽ. അതായത് ദൈവത്തെ നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും? 2 ചെവി, ഒരു മൂക്ക്, ഒരു വായ, ഒരു നെറ്റി, ചിലർക്ക് തലമുടി, ചിലർക്ക് മൊട്ടത്തല, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായപ്പോൾ അവൻ ദൃശ്യനായി തീർന്നത്. ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ ഉണ്മയെ ഹനിക്കുന്ന എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ദൈവികമല്ല, അതൊന്നും റിയലുമല്ല. അപ്പൊ അവിടെയാണ് ഈ പാരമ്പര്യം എന്നുള്ള വാക്ക് വരുന്നത്. പാരമ്പര്യം, കൈമാറി തരുന്നത്. പരാഡോസിസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്ന് അത് വരുന്നത്. കൈമാറി കൈമാറി കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും പറയത്തില്ല നല്ല കുടുംബത്തിലുണ്ടാവണമെന്ന് പറയും. ആ വാക്ക് കേട്ടിട്ടില്ല, നല്ല കുടുംബത്തിലുണ്ടാകും. എന്താ ഈ നല്ല കുടുംബത്തിലുണ്ടാകും? കാശുള്ള വീട്ടിലുണ്ടായെന്നാണ് അതിന്റെ അർത്ഥം. നല്ല വാല്യൂസ് ഉള്ള, എങ്ങനെ? നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്നത്. എന്നാ സോളി പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. നല്ല വാല്യൂ സിസ്റ്റം. കറക്റ്റ്. യാ, നമ്മൾ ഒരു കാര്യം കേട്ടാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഒരു നല്ല വീട്ടിൽ നിന്ന് വരുന്ന ഒരാള് അത് ഓരോ സംഗതികളും കേട്ട് അതിനോട് പ്രതികരിക്കുന്ന രീതികളുണ്ട്. അവിടെയാ വ്യത്യാസം. വീട്ടിൽ കാശുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അതിനകത്തൊരു വിഷയമല്ല. കാള പ്രസവിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ കയറെടുക്കാനുള്ള ട്രെയിനിങ് കിട്ടുന്ന കുടുംബങ്ങളുണ്ട്. നോണ പറയുന്നത് ഓക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരുത്തിൻ്റെ പാര വെക്കുന്നത് അത് കറക്റ്റ് ആണോ, കുഴപ്പമൊന്നുമില്ല, വെച്ചോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതേ സമയത്ത് വിശുദ്ധി എന്ന പേരിൽ മണ്ടത്തരം കാണിക്കാൻ പഠിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഞാൻ പെട്ടെന്നൊരു കഥ പറയാം. ഒരിക്കല് ഈ ഒരു കാട്ടിലെ ഒരു സിംഹത്തിന് 3 മന്ത്രിമാർ. സിംഹം നല്ല രാജാവായിരുന്നു. 3 മന്ത്രിമാർ: കുറുക്കൻ, പുലി, ചെന്നായി. 3 മന്ത്രിമാർ. ഇനി 3 മന്ത്രിമാരും സിംഹം കൂടെ കാട് ഇങ്ങനെ അടക്കി വരിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു ദിവസം സിംഹം ഇങ്ങനെ വഴിക്ക് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേന് ഈ ഈ മെർച്ചൻസ് ഇല്ലേ, അവരിങ്ങനെ പോകുന്നിടത്ത് അവരുടെ ഒരു ഒട്ടകം ആ മെർച്ചൻസിന്റെ കാരവാനിൽ നിന്ന് വഴി തെറ്റി ഈ ഒട്ടകം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സൺ ആയിരുന്നുകൊണ്ട് ഒട്ടകത്തിന് ഇവരുടെ കള്ളത്തിലൊന്നും അറിയത്തില്ല. അതിന് കാട്ടിൽ വന്നിട്ട് സിംഹം ഇതിനെ കൊല്ലുമെന്നൊന്നും ഒട്ടകത്തിന് അറിയാൻ പാടില്ല. സിംഹം ഒട്ടകത്തെ കണ്ടു, ഒട്ടകം സിംഹത്തെ കണ്ടു. ഒട്ടകം സിംഹത്തോട് സംസാരിക്കും: ആ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? ഞാൻ മരുഭൂമിയിൽ പോകുന്ന കച്ചവടക്കാരുടെ ഒട്ടകമായിരുന്നു, വഴി തെറ്റിപ്പോയി, എനിക്ക് തിരിച്ചു പോകണം, വഴിയൊന്ന് കാണിച്ചു തരാമോ? അപ്പൊ സിംഹം പറഞ്ഞു: കാട്ടിൽ വന്ന പിന്നെ തിരിച്ചു പോക്കൊന്നുമില്ല, ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം. കുറെ നേരം ഇവര് വർത്താനം പറഞ്ഞു. ഒട്ടകത്തിനെ തല്ലി കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കടിച്ചു കൊല്ലാനായിട്ട് സിംഹത്തിന് തോന്നിയുമില്ല. കുറെ നേരം വർത്താനം പറഞ്ഞപ്പോൾ ഈ ഒട്ടകത്തിന്റെ നല്ല മനസ്സ് സിംഹം കണ്ടു. ഒട്ടകത്തിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. സിംഹം അങ്ങനെ 4ാമത്തെ മന്ത്രിയായിട്ട് ഒട്ടകത്തിനെയും കൂടെ കൂട്ടി. വീട്ടിൽ വന്നു, കൊട്ടാരത്തിൽ വന്നു. അവരിങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ള 3 മന്ത്രിമാർക്ക് മനസ്സിലായി എന്നാ സംഭവിച്ചാലും ഉടനെ സിംഹം ചെന്ന് ഒട്ടകത്തിനോടാണ് ചോദിക്കുന്നത്. ഇവനെ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ ശരിയാകരുത്. ബാക്കി 3 പേരോട് തീരുമാനിച്ചു. ഇവര് 3 പേരും വളരെ ക്രവൾ പീപ്പിൾ ആയിരുന്നുകൊണ്ട് അവർ തക്കം പാർത്തിരിക്കാം, ഇപ്പൊ ചെന്ന് സിംഹത്തിനോട് ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കില്ലെന്ന്. അങ്ങനെ ഇരുന്നപ്പം കാട്ടിൽ ഒരു ക്ഷാമം, വെള്ളമില്ല, മഴയില്ല, മൃഗങ്ങളൊന്നും കിട്ടാനുമില്ല, ഇര പിടിച്ച് തിന്നാനൊരു മാർഗവുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഒരു ദിവസം സിംഹത്തിന് ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ, ഒരു രക്ഷയില്ല. നീ പോയി ഒരു മുയലിനെയും പിടിച്ചോണ്ട് വന്ന് കുറുക്കനോട് പറഞ്ഞു. ഒട്ടകത്തിനോട് പറഞ്ഞു വിടാമല്ലോ, ഒട്ടകം സസ്യബുക്കല്ലേ. കുറുക്കൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയിട്ടൊന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം ചെന്നായിട്ട് പറഞ്ഞു: നീ പോയി ഒരു എലിയെലും പിടിച്ചോണ്ടോ. ചെന്നാൽ പിറ്റേ ദിവസം പോയി, എലി പോയിട്ട് എലിയുടെ കൂടെ പോലും കിട്ടിയില്ല. പിറ്റേ ദിവസം പുലിയോട് പറഞ്ഞു: നീ പോയി എന്നത്തിലും പിടിച്ചോണ്ടോ പറഞ്ഞു. പുലി പിറ്റേ ദിവസം തപ്പി നോക്കിയിട്ട് ഒരു കിളിയെ പോലും കിട്ടിയില്ല. അവസാനം മറ്റന്മാർ 3 പേരും പറഞ്ഞു: എടാ, ഇത് നല്ല പറ്റി പരിപാടി, നമുക്ക് തിന്നാൻ കിട്ടുകയും ചെയ്യും, ഒരുത്തൻ നമ്മുടെ മുമ്പിലുണ്ട്, അവനെ വെട്ടിക്കളയുകയും ചെയ്യും, നമുക്കൊരു ചെറിയ ട്രിക്ക് വെക്കാം. എന്താണ് ട്രിക്ക്? കുറുക്കൻ പറഞ്ഞു: ഞാനൊരു കാര്യം, ഞാൻ സിംഹത്തിന് മുമ്പിൽ ചെന്ന് നമ്മുടെ ഈ ദർബാർ കൂടുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ എന്നെ കൊന്നോളാൻ പറയാം.
അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു അത് ശരിയാവില്ല, നീ ഏറ്റവും ചെറുതാണ്, നിന്നെ കൊന്ന ഇറച്ചിയൊന്നും കിട്ടത്തില്ല, നമുക്ക് 3 പേർക്ക് ഒന്നും കിട്ടാൻ പോണില്ല, അതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറയണം. അപ്പൊ ചെന്നായി പറഞ്ഞു, അന്നേരം ചെന്നായി പറയണം, അല്ല ഒരു കാര്യം ചെന്ന എന്നെ കൊന്നു. മറ്റോ രണ്ടുപേരോട് പറഞ്ഞു നിന്നെ കൊന്നതിനെ കിട്ടാനാ, മറ്റേ കുറുക്കനെ കൊല്ലം ശകലം കൂടെ അല്ലേ ഉള്ളൂ, നിനക്ക് ഒന്നും ആകുകയില്ല. അപ്പൊ പുലി പറഞ്ഞു എന്നാലും ഞാൻ പറയാം, എന്നെ കൊന്നോളാൻ പറയാം. മറ്റോ രണ്ടുപേരും പറഞ്ഞു നിന്നെ കൊന്നിട്ട് എന്നെ ചെയ്യാനായിട്ടാ, നീ ഞങ്ങൾ തിന്നാൻ വരുന്നതാണ്, നീ അവസാനം നീ പേടി വരും, നീ ഓടിപ്പോവും, അതുകൊണ്ട് നിന്നെ കൊന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും പറയുമ്പോൾ ഒട്ടകം പറയും എന്നാ പിന്നെ എനിക്ക് ദശയൊക്കെ എന്നെ കൊന്നോളാം, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചാടി വീണോളൂ. ഒട്ടകം ചെന്ന് ഇമാര് പറഞ്ഞ പോലെ തന്നെ ഒട്ടകം വന്നു. ഒട്ടകം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഒട്ടകം പറഞ്ഞു എന്നാ എന്നെ കൊന്നാ മുഴുവൻ തീർന്നില്ല, അതിന് മുമ്പ് 3 എണ്ണോട് ചാടി അവന്റെ വേദത്തെ വീണ് ഒന്ന് ഇറച്ചി കണ്ടിച്ച് അവിടെ റെഡിയാക്കി വെച്ചു, സിംഹവും തിന്നു. ഇതും വിശുദ്ധിയല്ലാന്ന് വിചാരിച്ചോണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിന്റെ നിഷ്കളങ്കതയും. കറക്റ്റ്. ഇപ്പൊ കർത്താവ് പറയുന്ന സംഗതികളുടെ നമ്മൾ ഈ മണ്ടത്തരമല്ല. പാമ്പാടി തിരുമേനി കിട്ടിയ കാശ് മുഴുവൻ നാട്ടുകാർക്കെല്ലാം കൊടുത്തു, അദ്ദേഹത്തെ ആരും കളിപ്പിച്ചുകൊണ്ട് പോകുമായിരുന്ന പലരും പറയുന്നത്. അങ്ങനെ അല്ല, പാമ്പാടി തിരുമേനി ആരും കളിപ്പിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല. പാമ്പാടി തിരുമേനി അറിഞ്ഞു കൊടുത്തതാണ്. ഈ പറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ പറ്റിക്കപ്പെടുന്നവനാണ് എന്ന് അറിഞ്ഞു കൊടുത്തതാ പാമ്പാടി തിരുമേനി. അതാ ബുദ്ധി. മേക്കിംഗ് സെൻസ്? അപ്പോൾ ഇനിയും ഇതിനകത്ത് കാനൂനുകളും വിശ്വാസ സംഹിതകളും, അത് ഇപ്പൊ ഇതിൽ നിന്നാണ് സഭയുടെ കാനൂനുകൾ ഉണ്ടാവുന്നത്. ചർച്ചിന്റെ പാരമ്പര്യം ഇതാണ്. ചർച്ച് ദൈവാത്മാവ് അപ്പസ്തോലന്മാരിലും സുവിശേഷകരിലും കൂടെ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക ചെയ്യുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന റിയൽ ആയിട്ടുള്ള ഫെയ്ത്തിന്റെ ട്രഡിഷന്റെ എക്സിസ്റ്റൻഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. അത് കൈമാറി കിട്ടുന്നത്. അപ്പൊ ഇനി അതിനകത്ത് 24-ാമത്തെ പേജിന്റെ അവസാനം മുതൽ 25-ാമത്തെ പേജ് 26-ാമത്തെ പേജിന്റെ തുടക്കം വരത്തേക്ക് ഒരു ഭാഗം എഴുതിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി എടുക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ വേദപുസ്തകം മാത്രം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെന്തുമാത്രം ഒരു ഫാലസിയാണെന്നറിയാമോ? വേദപുസ്തകം മാത്രം എന്ന് പറയുന്നത് അതൊരു ഫാലസിയാണ്. സഭയുടെ പാരമ്പര്യം ഇല്ലാതെ വേദപുസ്തകം ഇല്ല. അല്ലെങ്കിൽ വേദപുസ്തകം സഭയുടെ പാരമ്പര്യമാണ്, എഴുതപ്പെട്ട പാരമ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. എഴുതപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നുണ്ട്, ഞാൻ ശേഷം കാര്യങ്ങൾ വന്ന് ക്രമപ്പെടുത്താം. സമയം കഴിയാറായേ. എനിക്കറിയാം. വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ക്രമപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അത് നമുക്ക് എഴുതി തന്നിട്ടില്ല. 4-ാം അധ്യായം 9-ാം വാക്യം ഫിലിപ്പ് ലേഖനം, തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനം, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് വേദപുസ്തകം മാത്രം എന്ന് പറയുന്നത് പോരാ. കാരണം വേദപുസ്തകം സഭയ്ക്കുള്ളിൽ ഉണ്ടായ ഒരു സംഗതിയാണ്. സഭയ്ക്കാണ് വേദപുസ്തകത്തിന്റെ ഓണർഷിപ്പ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉള്ളത് മാത്രമല്ല, വേദപുസ്തകത്തിന് പുറത്ത് സഭയ്ക്കുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ പാരമ്പര്യമാണ്. അതിൽ നിന്നാണ് തിയോളജി ഉണ്ടാവുന്നത്. ലെറ്റ് മീ ഷട്ട് അപ്പ് ഹിയർ. ഇനിയും ഉള്ളത് 4-ാമത്തെ മുതൽ 6-ാമത്തെ പാഠം വരെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതും കൂടെ തീർക്കും. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ അറ്റൻഡൻസ് എടുത്തല്ലോ നെൽസൺ അല്ലേ? കുറച്ച് പേര് കൂടുതൽ കയറിയിട്ടുണ്ട്. അവർ റെഗുലർ ആയിട്ടുള്ളവരാണെന്ന് അറിയത്തില്ല. എനിവേ 29 പേരുണ്ടായിരുന്നു. 35 ആയോ? മേ ബി ഐ മിസ് സംതിങ്. ആരുടെ പേരാ ഇതിനകത്തില്ല? ഡ്യൂപ്ലിക്കേഷൻ ആണോ? അടുത്ത 5 ആഴ്ചയും കൂടെ എല്ലാവരും വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. ഓക്കെ, എന്നാലും നമുക്ക് അവസാനിപ്പിക്കാം. ശുദ്ധോളം തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജൈവള സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധോളം റൂഹാശുദ്ധോളം കുടിയിരിപ്പിന് പാനങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവ് നേരവകൽ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചുരം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും എല്ലാവരോടും കൂടി ഇപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. അടുത്ത ആഴ്ച കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. താങ്ക് യു. ശരി. Thank you everyone. Good night.